ആ പ്രതിഫലത്തിനൊപ്പം തന്നെ പറഞ്ഞ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താരങ്ങൾ പ്രൊഡ്യൂസർമാരാവുന്നു. അതും ഞങ്ങളെ പോലുള്ള പ്രൊഡ്യൂസർമാർക്ക് വലിയ പ്രശ്നമാവും. അപ്പൊ താരങ്ങൾ പ്രൊഡ്യൂസർ ആവുന്ന കാര്യത്തിൽ അന്നും പറയുന്നത് താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. താരങ്ങൾക്കും പ്രൊഡ്യൂസർ ആവാം. അതും ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റും. അത് അങ്ങനെയല്ല, അന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് അന്ന് വന്നത്. ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല. താരം അവർക്ക് വേണ്ടി മാത്രമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വേറെ വെളിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അന്ന് സംസാരിച്ചത്. പക്ഷെ അന്നത് വാർത്തയിൽ വന്നതെല്ലാം താരങ്ങൾ സിനിമ ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ എതിരാണ്. അങ്ങനെയൊന്നുമല്ല. ചില ആർട്ടിസ്റ്റുകൾ 1-2 പേരായിരിക്കും അവരുടെ സിനിമകൾ അവർ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനെതിരെയാണ് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അവർ അഭിനയിക്കുന്ന സിനിമ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, കണ്ടിന്യൂസ് എല്ലാ സിനിമകളും. അല്ല, ഇപ്പൊ ഇവിടെ സ്ഥിരമായി സിനിമ ചെയ്ത് ജീവിക്കുന്ന കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ. ഇടയ്ക്കൊരു സിനിമ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ, മറ്റു പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം. അവര് ഈ ആർട്ടിസ്റ്റ് ആകാനായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ പൈസ മുടക്കി, അവര് മാത്രം പൈസ മുടക്കി അല്ലല്ലോ അങ്ങനെ വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയല്ല, അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ചെയ്യണമെന്നാണെന്ന് ആവശ്യപ്പെട്ടത്. അതെ, ഒരു വഴക്കിലേക്കല്ല എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വെളിയിലും സിനിമ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റാണ് ഞങ്ങൾ അന്ന് വെച്ചത്.